ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കാദ്യം തന്നെ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയർ എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ ഈ സിനിമ നഷ്ടം തന്നെയായിരുന്നു. കിട്ടില്ല സിനിമയായിരുന്നു. അപ്പോൾ തിയേറ്ററിൽ ഞാൻ കണ്ടതാണ്, റിവ്യൂ ചെയ്തിരുന്നു. ബുക്ക് മൈ ഷോസിൽ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷയിൽ ഈ സിനിമ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അടുത്തത് കൽവാൻ എന്ന് പറഞ്ഞൊരു തമിഴ് മൂവിയാണ്. GV പ്രകാശ് കുമാർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ സിനിമ ടെൻകോട്ട OTT പ്ലാറ്റ്ഫോം വഴി തമിഴ് ഭാഷയിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ സിനിമ തന്നെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് നാളെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അതായത് ഈ ഒരു സിനിമയാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ, അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന അടുത്ത സിനിമ ഒരു തമിഴ് സിനിമ തന്നെയാണ്. ദ ബോയ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ദ ബോയ്സ് ഒരു കോമഡി മൂവിയാണ്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ റിലീസ് ചെയ്ത രണ്ട് സിനിമകളൂടെ ഉണ്ട്. ഒരു സീരീസാണ് ക്രാഷ് എന്ന് പറയുന്ന ഒരു സീരീസ്, ഒരു കോമഡി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ഒരു കൊറിയൻ സീരീസാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഇറ്റാലിയൻ മൂവിയാണ്. അഡാഗിയോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്ന് റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഇന്ന് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഉണ്ട്. ഇതിനു മുമ്പ് ഒരു ഹിന്ദി മൂവിയാണ്. ഇതിനു മുമ്പേ ജിയോ സിനിമയിൽ ഒഫീഷ്യൽ ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തുവിട്ട സിനിമയായിരുന്നു. സറാ ഹട്കെ സറാ ബച്കെ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. പക്ഷേ ഈ ജിയോ സിനിമ ഒരു തവണ ഇതിൻ്റെ ഡേറ്റ് പുറത്തു വിട്ടിരുന്നു. പക്ഷേ ആ സമയത്ത് ഈ സിനിമ റിലീസ് ചെയ്തില്ല. ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഈ മാസം 17-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ജിയോ സിനിമ വഴി. ഒരു കോമഡി ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അപ്പോൾ ഈ മാസം 17-ാം തീയതി ഈ സിനിമ ജിയോ സിനിമ വഴി നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലെ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത സിനിമകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സിനിമ റിവ്യൂസ്, സീരീസ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതുകൂടാതെ കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എല്ലാ വീഡിയോസും കാണാറുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു, കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും